ഞാൻ ഡോക്ടർ അനീസ്, കിംസ് കാർഡിയോളജി വിഭാഗത്തിൽ കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി നയിക്കുന്നു. അതുപോലെ ഹാർട്ട് ഫെയിലിയറിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേക ചികിത്സാ വിഭാഗവും നയിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരം പേസ് മേക്കറുകളെ കുറിച്ചാണ്. പേസ് മേക്കർ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഹാർട്ടിൽ കറണ്ട് കൊടുത്ത് ഹാർട്ടിൻ്റെ പേശികളെ ചലിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക യന്ത്രങ്ങളാണ്. യൂഷ്വലി ഹാർട്ടിൻ്റെ കറണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നത് രോഗിക്ക് സ്വമേധയാ ഹാർട്ടിൽ തന്നെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് ഹാർട്ടിൻ്റെ കറണ്ട് കുറയുകയും പെട്ടെന്ന് പൾസ് 60-70 നിന്ന് 30 ആവുകയോ അങ്ങനെ സംഭവിക്കുകയും തലകറക്കം വരികയും ബോധക്കേട് വരികയൊക്കെ ചെയ്യുന്ന പല അസുഖങ്ങളുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഹാർട്ടിൻ്റെ കറണ്ട് കൊടുക്കുന്ന യന്ത്രമാണ് പേസ് മേക്കർ. നോർമലി അതൊരു യൂണിറ്റാണ്. അത് നമ്മുടെ ബോഡിയിൽ യൂഷ്വലി നമ്മുടെ തോളിൻ്റെ ഇടതുവശത്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വയറ് ഹാർട്ടിനകത്തോട്ട് പോകും. അതുവഴി ക്രമം അനുസരിച്ച് മിനിറ്റിൽ 60-70 എന്ന രീതിയിൽ കറണ്ട് കൊടുത്ത് ഹാർട്ട് പ്രവർത്തിപ്പിക്കുന്നതാണ് പേസ് മേക്കർ. ഇപ്പോൾ നൂതനമായ രീതിയിൽ ലീഡ്ലെസ് ആയിട്ടുള്ള പേസ് മേക്കറുണ്ട്. അതാണ് ഒരു വിഭാഗം പേസ് മേക്കേഴ്സ്. അതായത് ഈ വയർ ഇല്ലാതെ തന്നെ ഹാർട്ടിനുള്ളിൽ മൊത്തം യൂണിറ്റും ഒരു ചെറിയ ബാറ്ററിയുടെ അകത്ത് പോലും വലിപ്പം ഉണ്ടാവില്ല. അത് നമുക്ക് ഹാർട്ടിനുള്ളിൽ തന്നെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം, യൂഷ്വലി 12 വർഷം 15 വർഷമൊക്കെ പ്രവർത്തിക്കുന്ന ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് അവൈലബിൾ ആണ്. അതിന് പ്രത്യേകമായ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഉദാഹരണത്തിന് പ്രൊസീജിയർ വളരെ സിമ്പിളാണ്, മുറിവുകൾ ഉണ്ടാവില്ല, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയൊക്കെ പല അഡ്വാൻറ്റേജസ് ഉള്ളതാണ് ലീഡ്ലെസ് പേസ് മേക്കർ. പിന്നെ ഈ പേസ് മേക്കറിൻ്റെ ഒരു അടുത്ത വിഭാഗമാണ് ICD എന്ന് പറയുന്നത്. ICD എന്ന് വെച്ചാൽ പേസ് മേക്കർ ഫംഗ്ഷനും ഉണ്ട്, അതുകൂടാതെ അതൊരു ഡീഫിബ്രിലേറ്ററും കൂടെയാണ്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ മാരകമായ അബ്നോർമൽ ഇടിപ്പ് വന്ന് കുഴഞ്ഞു വീണ് രോഗി മരിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഇടിപ്പുകളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇടിപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് ഈ മെഷീൻ സ്വമേധയാ കണ്ടുപിടിക്കുകയും രണ്ട് രീതിയിൽ, ഒന്നുകിൽ പേസിങ് ഫംഗ്ഷൻ ഹാർട്ട് റേറ്റ് വളരെ വേഗത്തിൽ ഇടിപ്പിച്ച് നോർമലാക്കുക, അല്ലെങ്കിൽ ഷോക്ക് കൊടുത്ത് ഹാർട്ടിൻ്റെ ഇടിപ്പ് നോർമലാക്കുക. അങ്ങനെ ഒരു സഡൻ ഡെത്തിൽ നിന്നും രോഗിയെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പേസ് മേക്കറാണ് ICD എന്ന് പറയുന്ന പ്രത്യേകതരം പേസ് മേക്കേഴ്സ്. മൂന്നാമതൊരു വിഭാഗം പേസ് മേക്കർ ഹാർട്ട് ഫെയിലിയർ എന്നുള്ള അസുഖത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഹാർട്ട് ഫെയിലിയർ നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ടിൻ്റെ പേശികളുടെ ശക്തിക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ചില കേസിൽ ഹാർട്ടിൽ കറണ്ട് എല്ലായിടത്തും ഒരേ സമയത്ത് എത്താത്തത് കാരണമാണ് ഹാർട്ടിൻ്റെ പേശികൾക്ക് പമ്പിങ് കുറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഓരോ ഇടിപ്പിലും ഹാർട്ടിൽ നിന്നും എജക്റ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു വരികയും അത് കാരണം ഹാർട്ട് ഫെയിലിയർ, അതായത് ശ്വാസം മുട്ട അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പലതവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേകതരം പേസ് മേക്കറാണ് CRT പേസിങ് എന്ന് പറയുന്നത്. ഇതിൽ നോർമൽ പേസ് മേക്കർ പോലെയല്ല, അതിന് 3 വയറുകളുണ്ടാവും. ഹാർട്ടിൻ്റെ 2 വശങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കാനും ഹാർട്ടിൻ്റെ ടൈമിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള ഒരു പ്രത്യേക മെഷീനാണ് CRT പേസ് മേക്കർ. അപ്പോൾ ഈ പല രോഗികളും നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഏത് തരം പേസ് മേക്കർ വേണം എന്നുള്ളത് ഒരു എപ്പോഴും എളുപ്പമുള്ള ഡിസിഷനില്ല. ചില കേസിൽ നമുക്ക് ഉറപ്പിക്കാം സാധാരണ പേസ് മേക്കർ മതി. അതേസമയം പമ്പിങ് കുറവുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ ICD വേണ്ടി വരാം, അല്ലെങ്കിൽ CRT എന്ന് പറയുന്ന പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പേസ് മേക്കർ വേണ്ടി വരാം. അപ്പോൾ ഇതിനൊക്കെയുള്ള കോസ്റ്റും ഇതൊക്കെ ഇംപ്ലാന്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എല്ലാം ഡിഫറെൻ്റ് ആണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ് ചില കേസിൽ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തീരുമാനിക്കാൻ വേണ്ടി ചില കേസുകളിൽ ഇലക്ട്രോഫിസിയോളജി സ്റ്റഡി അല്ലെങ്കിൽ MRI സ്കാൻ പോലുള്ള പ്രത്യേക ഇമേജിംഗ് മൊഡാലിറ്റീസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഏത് തരം ഡിവൈസാണ് ഒപ്റ്റിമലായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത്.